CJP പാർട്ടിയുടെ ആദ്യത്തെ ഓഫ്ലൈൻ ഓൺ റൗണ്ട് പ്രതിഷേധം ജന്തർ മന്ദറിൽ ആരംഭിക്കുകയാണ്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നീറ്റ് എക്സാം സ്കാമുമായി ബന്ധപ്പെട്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് CJP ഓഫ്ലൈനിൽ പ്രതിഷേധം ആരംഭിക്കുന്നത്. ഇത് അവരുടെ ആദ്യത്തെ പ്രൊട്ടസ്റ്റ് ആണ്. ന്യൂഡൽഹിയിൽ ഇതുവരെയായിട്ട് പോലീസിന്റെ അനുമതി ഇവർക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ അനുമതി ലഭിച്ചാലും ഇല്ലെങ്കിലും തങ്ങൾ പ്രതിഷേധം ആരംഭിക്കും, തങ്ങളുടെ പ്രതിഷേധം അലയടിക്കും എന്നാണ് സൗരവ് ദാസ് പറഞ്ഞിരിക്കുന്നത്. പ്രമുഖ ജേർണലിസ്റ്റ് കൂടിയാണ് അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം ഉമർ ഖാലിദ് എന്ന് പറഞ്ഞ ഒരു പയ്യനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അകത്താക്കി കഴിഞ്ഞു. കാരണം ചുമ്മാതിരുന്ന ആളുകളെ പ്രൊട്ടസ്റ്റിനായിട്ട് പ്രതിഷേധിച്ച് രംഗത്തിറങ്ങൂ, തെരുവിലിറങ്ങൂ എന്ന് പറഞ്ഞാണ് ഉമർ ഖാലിദിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അകത്താക്കിയത്. അകത്താക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉമർ ഖാലിദിന് സപ്പോർട്ട് കൊടുത്ത വ്യക്തിയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ന്യായങ്ങൾ വ്യക്തമാണ്. പക്ഷെ CJP പാർട്ടിയിലെ എല്ലാവരും ഇതേപോലെ ഉമർ ഖാലിദുമായി സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയല്ല എന്നും കൂടി ഞാൻ പറഞ്ഞു വെക്കട്ടെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ആളുകളോട് സംസാരിക്കുമ്പോഴാണ് CJP പാർട്ടിയിലെ പല അംഗങ്ങളുടെയും ആശയം നമുക്ക് മനസ്സിലാവുന്നത്. അതിലൊരാളുടെ ഒരു ആശയത്തിൽ ഉമർ ഖാലിദിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെ ഉമർ ഖാലിദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാജ്യദ്രോഹ കുറ്റം തന്നെയാണെന്ന് സമ്മതിക്കുന്ന CJP പാർട്ടിയിലെ അംഗങ്ങളും ഈ പാർട്ടിയിലുണ്ട്. അപ്പോൾ ശരിക്കും സൗരവ് ദാസിനെ പോലെയുള്ള ആളുകൾ എന്തുദ്ദേശിച്ചിട്ടാണ് ഈ പ്രതിഷേധത്തിൽ രംഗത്തിറങ്ങുന്നത് നമുക്ക് ഇന്ന് വരെ അറിയില്ല. എന്താണെങ്കിൽ അഭിജിത്ത് DK എന്ന് പറഞ്ഞ CJPയുടെ സ്ഥാപകനായിട്ടുള്ള ഒരു വ്യക്തി ഇതുവരെ USA പഠിക്കുകയായിരുന്നു. അദ്ദേഹം ഇന്ന് ന്യൂഡൽഹിയിൽ എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന് കരുതത്തടങ്ങളൊക്കെ കൊടുക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കിംവദന്തികളാണോ, ഇതൊക്കെ ശരിയാകുമോ എന്ന് നമുക്കറിയില്ല. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു പ്രൊട്ടസ്റ്റിന് ഇതുവരെയും അനുമതി ലഭിച്ചിട്ടില്ല. ഡൽഹി നമുക്കറിയാം, പ്രൊട്ടസ്റ്റിന് അനുമതി ലഭിക്കാതെ അവരെ പ്രതിഷേധിക്കാൻ അനുവാദമില്ല എന്നൊരു സ്ഥലമാണ് ഡൽഹി എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. അപ്പോൾ മനഃപൂർവ്വം കരുതിക്കൂട്ടിയ ഒരു പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണോ? ഇവിടെ പറയുന്നത് ഞങ്ങളുടെ സൈലന്റ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ സൈലന്റ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് ആണ്. എന്തുകൊണ്ടാണ് മറ്റൊരു വിഭാഗത്തിൽ ഈ CJP പാർട്ടിയിലെ മറ്റൊരു വിഭാഗം ആളുകൾ തന്നെ പെപ്പർ സ്പ്രേ ഒക്കെ കൈ കരുതിക്കോളാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? സൈലന്റ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് ആണ്. എന്തിനാണ് പെപ്പർ സ്പ്രേ ചുമ്മാ വലിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ലല്ലോ. അപ്പോൾ ശരിക്കും ഒരു വിഭാഗം ആളുകൾ ഇത് മാന്യമായിട്ടുള്ള സൈലന്റ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ആണെന്ന് അംഗീകരിക്കുമ്പോൾ അല്ലെങ്കിൽ എടുത്തു പറയുമ്പോൾ മറ്റൊരു വിഭാഗം ആളുകൾ CJPയിലെ തന്നെ ആളുകൾ പെപ്പർ സ്പ്രേ കൈ കരുതിക്കോളാൻ പറയുന്നത് എന്ത് തരം ആശയമാണെന്ന് നമുക്ക് ഇതുവരെ അറിയില്ല. എന്ത് തന്നെയാണെങ്കിലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് ഇവരുടെ ആവശ്യം. കാരണം വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പല അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. അതായത് നീറ്റ് എക്സാം സ്കാമുണ്ട്, അതുപോലെ തന്നെ CBSE എക്സാമിന്റെ റിസൾട്ടിന്റെ അതുമെല്ലാം നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം വലിയൊരു സ്കാമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, ആ രാജി അനിവാര്യമാണ് എന്നൊരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പാറ്റകൾ, അതായത് കോക്രോച്ച് ജനതാ പാർട്ടിയിലെ പാറ്റകൾ ഇതുവരെയും നമ്മുടെ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സമൂഹ മാധ്യമങ്ങൾ സ്കാറ്റേർഡ് ആയിട്ട് അവിടെ ഇവിടെ ചിന്നിച്ചിതറി പ്രതിഷേധിക്കുകയായിരുന്നു. നമ്മൾ കണ്ടതാണ് പല പോസ്റ്റുകളും അതുപോലെ വീഡിയോസും എല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിനെല്ലാം മാറി വേറിട്ട് രംഗത്തേക്ക് ഇറങ്ങുകയാണ്. ഒരു പറ്റം തൊഴിലില്ലാത്ത കൂട്ടങ്ങൾ രംഗത്തേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുകയാണ്. പക്ഷെ അതുപോലെ തന്നെ പോലീസും അവിടെ തമ്പടിച്ചിട്ടുണ്ട്. എന്ത് പ്രശ്നമുണ്ടായാലും ആനടിക്കാൻ തന്നെയാണ് അവരുടെയും ലക്ഷ്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കാൻ, ഇത് വലിയൊരു കലാപം സൃഷ്ടിക്കാനാണെന്നുണ്ടെങ്കിൽ മറിച്ച് തിരിച്ചടിക്കാൻ തന്നെയാണ് ഡൽഹി പോലീസിന്റെയും നിലപാട്. അപ്പോൾ നമുക്ക് കണ്ടറിയാം, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ പാറ്റകളെല്ലാം എത്തി തുടങ്ങുന്നേ ഉള്ളൂ. ജെൻസികൾ എന്ന് പറഞ്ഞിട്ട് അവിടെ കാണുന്നവരെല്ലാം ജെൻസികളാണോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. എന്ത് തന്നെയാണെങ്കിലും ഇനി വരും നേരത്ത് നമുക്കറിയാൻ കഴിയും എന്തൊക്കെയാണ് ഇനി അവിടുത്തെ സംഭവ വികാസങ്ങൾ. ഇതൊരു മറ്റൊരു നേപ്പാളിലെ പോലെ ജെൻസി പ്രക്ഷോഭമായി മാറുമോ? പണ്ട് ജമ്മു കാശ്മീരിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജമ്മു കാശ്മീരിൽ ഇതുവരെ പ്രതിഷേധിക്കാനായിട്ട് ഒരു പറ്റം സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ ഒരു പറ്റം ആളുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അടിച്ചോടിച്ചതാണ് ഇന്ത്യൻ സേന. അതുപോലെ അതോ പാറ്റകളുടെ അടികൊണ്ട് പാറ്റകളെല്ലാം ചിന്നിച്ചിതറി പോകുമോ, അതോ പാറ്റകളുടെ തല എർത്ത് കഴിഞ്ഞാൽ 7 ദിവസത്തിൽ പാറ്റകൾ ജീവിക്കുമോ എന്നെല്ലാം ഇന്ന് കണ്ടു തന്നെ അറിയാം.